കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൻ തുടരുന്നുണ്ട്. കണ്ണൻ പറയും. ഇതിന് നമ്മുടെ ഒരു മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതി ഉണ്ടായിരുന്നോ? മൈനിങ് ആൻഡ് ജിയോളജി അനുമതി നൽകിയിട്ടില്ല. പക്ഷേ ഇത് ഈ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ്. 3000 സ്ക്വയർ ഫീറ്റിനകത്താണെങ്കിൽ കോർപ്പറേഷന് തന്നെ മണ്ണെടുക്കാനുള്ള അനുവാദം കൊടുക്കാം. പക്ഷേ ഈ ഒരു പ്രത്യേക സീസണിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇപ്പോൾ കൊടുക്കുന്നില്ലായിരുന്നു മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അത് കോർപ്പറേഷനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനുമതി ഉണ്ടോ എന്നുള്ള കാര്യം. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസ് ഇവർക്ക് റിന്യൂഡാണ്. 2027 വരെ വാലിഡ് ലൈസൻസ് ഡ്രൈവർക്കുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മളൊരു റിപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മരിച്ച ആൾക്കാരുടെ ചികിത്സാ സഹായം അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിലിപ്പം അവർക്ക് നല്ല ചികിത്സ നമ്മുടെ ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ് അതോറിറ്റീസ് ബന്ധപ്പെട്ടവർ സംസാരിക്കട്ടെ. അതിൻ്റെ ഫിറ്റ്നസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ടയറിൻ്റെയൊക്കെ മോശം കണ്ടീഷനാണ്. അതിൻ്റെ ഒരു പരിശോധന ഉണ്ടായിട്ടുണ്ടോ? അത് ഇനി പരിശോധിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് നോക്കാം. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കൊല്ലം ജില്ലാ കളക്ടറാണ് മാഡത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ യാതൊരു അനുമതിയും ഉണ്ടായിരുന്നില്ല. 3000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള സ്ഥലത്ത് മണ്ണെടുക്കുകയാണെങ്കിൽ അതിന് നഗരസഭയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതി മതി. പക്ഷേ അങ്ങനെ പഞ്ചായത്ത് ഇപ്പോൾ കൊട്ടാരക്കര നഗരസഭയാണ്. കൊട്ടാരക്കര നഗരസഭയിൽ അങ്ങനെ അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. കൊട്ടാരക്കര നഗരസഭയിലെ ഉദ്യോഗസ്ഥരുമായി ജില്ലാ ഭരണകൂടം വരും ദിവസങ്ങളിൽ ചർച്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ ടയറിൻ്റെയൊക്കെ ഒരു അവസ്ഥ വളരെ മോശമായിട്ടൊരു അന്തരീക്ഷമാണ്, സിറ്റുവേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. മൊത്തത്തിൽ നമുക്ക് ആ ദൃശ്യം ഈ റോഡിലേക്ക് ഒന്ന് പോകാം. റോഡ് ഇപ്പോൾ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു കയറ്റം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും കയറ്റം ഇറങ്ങി വരുമ്പോൾ ഇത്രയും ലോഡുമായി വരുന്ന ഒരു വാഹനം വേഗത നിയന്ത്രിച്ച് തന്നെ വേണം മുകളിലേക്ക് താഴേക്ക് ഇറങ്ങി വരാൻ. പക്ഷേ അങ്ങനെ വേഗത നിയന്ത്രിക്കാതെ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. നിങ്ങൾ ഈ നാട്ടുകാരാണോ? അല്ല, ഇവിടെ ഇങ്ങനെ വല്ല അപകടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളാണോ? അല്ലല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊച്ചു വണ്ടികളൊക്കെ തട്ടും, ബൈക്കുകളൊക്കെ തട്ടും, അല്ലാതെ വലിയ വണ്ടികളൊന്നും ഇതുവരെ. നേരത്തെ അന്ന് ഞാൻ ബസ്സാണ് മഞ്ജു വണ്ടി എന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇറങ്ങി വരുന്നത് വേഗത്തിൽ വാഹനങ്ങൾ വരാറുണ്ടോ? അവിടെ ഇഷ്ടംമാരി അമ്പലപ്പുറം വഴി പിന്നെ ഇങ്ങനെ മണ്ണ് സ്ഥിരം ഓടുന്നതാണ്. വെളുപ്പിലെ 3 മണിയായിട്ട് അവർ വണ്ടി ഓട്ടം തുടങ്ങും. വെളുപ്പിലെ 3 മണിയാകുമ്പോൾ വണ്ടി ഓട്ടം തുടങ്ങും. ഈ ഇടവഴി മൊത്തം മണ്ണെടുക്കുന്നുണ്ട്. മേളിൽ മൊത്തം സ്ഥിരമുള്ള പതിവ്. അത് അറിയുന്നതിന് മുമ്പിട്ടായിട്ട് 2 ടിപ്പർ പിന്നെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ 2 എണ്ണം. അതായത് സ്ഥിരം ഈ റോഡിലൂടെ ടിപ്പർ ലോറികൾ പാഞ്ഞു പോകുന്നതാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുന്ന് പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്ന് ചെമ്മണ്ണ് എടുത്ത് കൊണ്ടുപോകുന്ന ലോറികൾ നിരന്തരമായി ഇതുവഴി വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കുമൊക്കെ വാഹനങ്ങൾ പോകുന്നു. വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കൊക്കെ വാഹനങ്ങൾ പോകുന്നുവെങ്കിൽ അത് അനധികൃതമായി തന്നെ പോകുന്ന വാഹനങ്ങളാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലാത്ത പക്ഷം അനുമതിയുള്ള വാഹനങ്ങളാണെങ്കിൽ പകൽ വെളിച്ചത്തിലായിരിക്കും ഇത്തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുക. നമുക്ക് റോഡിലേക്ക് പോകാം. നമുക്ക് ആ ലോറിയുടെ പാടുകളൊക്കെ തന്നെ ഈ റോഡിലുണ്ടായി. അപകടത്തിൽപ്പെട്ട ലോറിയുടെ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതൊരു നേരെ താഴേക്ക് കിടക്കുന്ന ഒരു കയറ്റം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. നേരെ ഇറങ്ങി വന്ന് നേരെ പോകുന്നത് തൊട്ട് മുമ്പ് കാണുന്ന വീതിയില്ലാത്ത റോഡാണ്. ഇവിടെയാണ് ഈ ഒരു വാഹനം ഇത്ര വേഗത്തിൽ വന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാവുന്നു. അതുതന്നെയാണ്, വളരെ വീതിയില്ലാത്ത റോഡാണ്. ഒരു ഗ്രാമപ്രദേശമല്ലേ, നഗരസഭയുടെ ഉൾപ്രദേശമാണെങ്കിൽ പോലും 2 വാഹനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന റോഡ് തന്നെയാണ്. ആ റോഡിലൂടെ ഇത്തരത്തിൽ അമിത വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ നേരെ നിയന്ത്രണമില്ലെങ്കിൽ നേരെ കാണുന്ന ആ കടയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യത ഏറെയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. നേരെ ആ കടയുടെ സമീപത്തേക്കല്ലോ വളവ്, എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ പറയില്ലേ വീശിയെടുക്കാന്ന് പറയില്ലേ, ഈ വാഹനങ്ങളൊക്കെ വളവ് വീശിയെടുക്കാന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ വന്ന് ചിലപ്പോൾ ആൾക്കാരും കാണത്തില്ല. ഒരു രാവിലെ 7 മണി 7:20 സമയമാണല്ലോ. ആ സമയത്ത് ആൾക്കാരും കാണത്തില്ലെന്ന് വിചാരിച്ച് വേഗത്തിൽ വീശിയെടുത്തതായിരിക്കും. പക്ഷേ അങ്ങനെ സംഭവിച്ചു, അപകടം ഉണ്ടായി. ആ 3 പേരുടെ മരണത്തിന് കാരണമായി. അമിത വേഗം തന്നെയാണ് അപകടത്തിന് കാരണമായിട്ടുള്ളത്. ആ ബുള്ളറ്റ് ഏത് വശത്തൂടെ വന്നതാണ് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഒരു ബുള്ളറ്റിൽ വന്ന ആളിന് പരിക്കേറ്റു. അതുപോലെ തന്നെ ലോറി ഡ്രൈവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. 3 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തി, ഒരു കുഞ്ഞിന് മരണം സംഭവിച്ചിരിക്കുന്നത്. പാർത്ഥിബ് എന്നാണ് പേര്. കാർമൽ സ്കൂളിലെ, ഇവിടുത്തെ സമീപത്ത് തന്നെയുള്ള ഒരു കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പാർത്ഥിബ്. ഈ കടയുടെ ഭാഗത്തേക്ക് ഇവിടെ ബസ് കാത്തു നിന്ന ആൾക്കാരാണ്. ആ കടയുടെ ഭാഗത്തേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. ആ കടയുടെ ഷട്ടർ അടക്കമുള്ള വിദ്യാർത്ഥിക്ക് കൂടി മരണം സംഭവിച്ചിരിക്കുകയാണ്. പാർത്ഥിബ് എത്ര പ്രതീക്ഷയോടെ മക്കളെ രാവിലെ സ്കൂളിലേക്കൊക്കെ വിടുന്നതാണ്. ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുന്നതാണ്. കണ്ണന്താരാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.